പശ്ചിമഘട്ട മേഖലയായ ഈ കേരളനാട് വളരെ വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. ലോക താപഭൂപടത്തിൽ ഇന്ന് ഈ പശ്ചിമഘട്ട മേഖല സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. കേരളം പലതിലും സ്ഥാനം പിടിച്ചു എന്ന് പറയുന്നത് പോലെ ഇത്രയും കാലം താപഭൂപടത്തിൽ കേരളത്തിന് സ്ഥാനമുണ്ടായിരുന്നില്ല. ഇപ്പോൾ താപഭൂപടത്തിൽ നമ്മുടെ നാടിന് സ്ഥാനം വന്നിരിക്കുകയാണ്. സഹിക്കാൻ കഴിയാത്ത നിലയിൽ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം വളരെ വളരെ വെല്ലുവിളികളാണ് മാനവരാശിക്ക് ഉയർത്തപ്പെടുന്നത്. ഈ പശ്ചിമഘട്ട മേഖല, വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ലോക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അപഗ്രഥിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള ഭൗമശാസ്ത്രജ്ഞന്മാർ പശ്ചിമഘട്ട മേഖല സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഏറെ ഗൗരവത്തോടുകൂടിയാണ് ലോകത്തോടും നമ്മോടും വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നാം വളരെ അലസമായി, ഗൗരവപൂർവമല്ലാതെ പശ്ചിമഘട്ട മേഖലയെ കൈകാര്യം ചെയ്തതുകൊണ്ടുണ്ടായ ദുരന്തത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ നാട് വിരൽ ചൂണ്ടുന്നത്. താപനില വീണ്ടും 3-4 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്നാണ് പറയുന്നത്. വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് പറയുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാം പറയും കാട് നശിച്ചതുകൊണ്ട് എന്ന്. എങ്ങനെ, എവിടെയാണ് നശിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നാം അന്വേഷിക്കണം. നമുക്കറിയാമല്ലോ, താപത്തെ ആഗിരണം ചെയ്യുന്ന പാറകൾ എല്ലാം തന്നെ ക്വാറി കോൺട്രാക്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് യഥേഷ്ടം തകർത്തു. പാറയാണ് ഈ താപത്തെ ആഗിരണം ചെയ്യുന്ന ഒരു വലിയ സാന്നിധ്യം. അതുപോലെ മരങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ ദേശീയ പാതാ വികസനത്തിൻ്റെ പേരിൽ കേരളത്തിൽ വെട്ടിമാറ്റപ്പെട്ട ലക്ഷക്കണക്കിന് മരങ്ങളാണ്. ട്രില്യൺ ടൺ ഓക്സിജനാണ് ഓരോ ദിവസവും നമുക്ക് നഷ്ടപ്പെട്ടത്. വെട്ടിമാറ്റപ്പെട്ട മരങ്ങളുടെ എണ്ണവും വെട്ടിമാറ്റപ്പെട്ട മരങ്ങളുടെ പകരമായി മറ്റ് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനെക്കുറിച്ച് യാതൊരു ആലോചനയും ചിന്തയുമില്ലാതെ നമ്മുടെ നാട്ടിലെ മരങ്ങൾ വെട്ടിമാറ്റപ്പെട്ടു. നാം വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് ചെന്നുപെട്ടു. പെട്ടെന്ന് താപനിലയിൽ മാറ്റമുണ്ടായി. ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഇതിവിടെ പറയുന്നതെന്ന് കേട്ടാൽ, നാടിനെ ഉണർത്തുവാൻ തൂലിക ചലിപ്പിക്കുന്ന മഹാന്മാരായ വ്യക്തികളാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന വ്യക്തികൾ. നിങ്ങൾ പലരും ഉത്തമ ചിന്തകരായ, സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. സ്വാഭാവികമായും ഇത് നാം തുറന്നു പറയണം. നമ്മുടെ നാടിനെ രക്ഷിക്കുവാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങേണ്ട സമയമാണിത്. ഈ പശ്ചിമഘട്ട മേഖലയിലെ എല്ലാ മുക്കും മൂലയും ഹരിതാഭമാക്കുവാൻ നാം തയ്യാറാകണം. ഹരിതമായ ഒരു ഭൂപടം കൊണ്ട്, ഒരു പടലം കൊണ്ട് നമുക്കിവിടെ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. പക്ഷേ നിർഭാഗ്യവശാൽ മുറിച്ചു മാറ്റപ്പെട്ട മരങ്ങൾക്ക് പകരമായി മറ്റു മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനോ, പൊളിച്ചു മാറ്റപ്പെട്ട പാറകൾക്ക് പകരം പുത്തൻ പാറ നിർമ്മിക്കുവാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ പാറകൾ നഷ്ടപ്പെട്ടു പോയത് പാറകൾ നഷ്ടപ്പെട്ടത് തന്നെയാണ്. പക്ഷേ മരങ്ങൾക്ക് പകരമായി മരം വെച്ച് പിടിപ്പിക്കുവാൻ ഒരു അത്യധ്വാനം ചെയ്യുവാൻ കഴിയുമെന്നുള്ളതാണ്. ലോകത്തെമ്പാടുമുള്ള പാഠങ്ങൾ നാം പഠിക്കാറുണ്ട്. ഒരു മരം മുറിച്ചു മാറ്റുമ്പോൾ 10 മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന സംസ്കാരമുള്ള ലോകത്താണ് യാതൊരു കാരുണ്യവുമില്ലാതെ ലക്ഷക്കണക്കിന് മരങ്ങളെ നമ്മുടെ നാട്ടിൽ മുറിച്ചു മാറ്റിയത്. അതിൻ്റെ ദുരവസ്ഥയാണ് നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ താപവ്യതിയാനം എന്ന് പറയുന്നത്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാൻ കഴിയും? നമ്മുടെ കുളങ്ങൾ മുഴപ്പെട്ടു, പുഴകൾ നശിച്ചു, നമ്മുടെ കടലുകളിലേക്കും കായലുകളിലേക്കും മാലിന്യം ഒഴുക്കിവിട്ട പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കി. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഒപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയ ജൈവ അവസ്ഥ എന്ന് പറയുന്നതിനെ നശിപ്പിക്കുന്ന ഓക്സിജൻ
സൗജന്യമായി ലഭ്യമാക്കുന്ന മരങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഒരു പുത്തൻ രീതി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കുവാനും എന്തെങ്കിലും നിലയിൽ നമുക്കെല്ലാവർക്കും കർമ്മം ചെയ്യുവാനുമുള്ള ഒരു അവസരം കൂടിയാക്കി ഈ ചിന്ത മാറ്റണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് വെക്കാനുള്ളത്. കാരണം നമ്മുടെ നാടിൻ്റെ വികാസ പരിണാമങ്ങൾ കണ്ടുകൊണ്ടാണ് ആഗോള പ്രസ്ഥാനമായ നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ സംഘടന വെസ്റ്റൻഘാട്ട് മേഖലയുടെ സംരക്ഷണത്തിനായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. പശ്ചിമഘട്ട മേഖലയുടെ വികസനത്തിനായി, പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണത്തിനായി, പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നാടെങ്ങും തന്നെ എല്ലാവരും തന്നെ നേച്ചർ ക്ലബ്ബുകൾ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓരോ വ്യക്തിയും ഓരോ കുടുംബത്തിലും നേച്ചർ ക്ലബ്ബുകൾ ഉണ്ടാക്കണം, സമൂഹത്തിലാകെ നേച്ചർ ക്ലബ്ബുകൾ ഉണ്ടാക്കണം. നേച്ചർ ക്ലബ്ബുകൾ കോടാനുകോടി നേച്ചർ ക്ലബ്ബുകൾ വളർന്നു വന്നാൽ മാത്രമേ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആ ദൗത്യം യാഥാർത്ഥ്യമാകൂ എന്നുള്ളതാണ്. വരും തലമുറയ്ക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ, നമുക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയുന്ന അന്തരീക്ഷ നിർമ്മിതിക്ക് വേണ്ടി നാം ഈ അവസരത്തിൽ ചിന്തിക്കാൻ കൂടി തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.